ഷാനവാസിനോട് കാര്യങ്ങൾ വിവരിക്കുകയാണ് ആതിര. ചോറിൻ്റെ അളവിനനുസരിച്ച് കറി കൊടുക്കണം. ചോറ് കുറച്ച് കഴിക്കുന്ന ആളിനും അത് കണക്ക് കറി കുറച്ച് എന്തിനാണ് കൊടുക്കുന്നത്? അയാൾക്ക് ചിലപ്പോൾ കറി കൂടുതൽ കഴിക്കാനായിരിക്കും ഇഷ്ടം. ഇവളാരാ തീരുമാനിക്കാൻ ഇതൊക്കെ? ഇവൾ തീരുമാനിക്കുന്നതാണോ ഞങ്ങൾ ഫുഡ് കഴിക്കേണ്ടത്? കെട്ടിലമ്മ ചമയം വന്നേക്കുന്നു, നന്മമരം കളിക്കുന്നു, വെറും ഉണക്ക മരമാണ് ഇവളെന്ന് പറഞ്ഞിട്ട് അതിൽ ഭയങ്കര പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അനുമോൾ ആ തോരൻ വിളമ്പുന്നുണ്ട്. ആ തോരൻ്റെ കടായി പിടിച്ച് വാങ്ങുകയാണ്. അപ്പോഴത്തേനും ഇവർക്കെല്ലാം ചാൻസ് കിട്ടിയതല്ലേ, ആ ചാൻസ് ഇവർ മാക്സിമം ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നെവിൻ ഒരക്ഷരം പോലും മിണ്ടാതെ നെവിൻ അവിടെ സൈഡിൽ നിൽപ്പുണ്ട്. ഈ അക്ബർ വന്നിട്ട് ചോദിക്കുകയാണ്, നീ ലാലേട്ടൻ വന്നപ്പോൾ കടായി എടുത്ത് ചോറ് അധികം വന്നെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ട് കാണിക്കുന്നുണ്ടല്ലോ, നിനക്കെന്താ അരി ഇടാൻ അറിയത്തില്ലേ? നിനക്ക് അളവ് അറിയത്തില്ലേ? നീ അന്ന് എന്ത് പറഞ്ഞു? നിൻ്റെ ഈ ഇരട്ടത്താപ്പ് എന്താ ഇങ്ങനെ? ഇന്നെങ്ങനെയാണ് ചോറ് അധികം വന്നത്? നിനക്ക് അളവറിയാതാണോ നീ അരി ഇട്ടത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചത്തിലാണ് ഈ അക്ബറൊക്കെ സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ എന്താ പറഞ്ഞേ, ഇത്രയും രോഷമായിട്ട് നമ്മളോടത്ത് ഒരാൾ സംസാരിക്കുമെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ആൾക്കാരൊക്കെ എന്നെ താഴെ വിടും. അതുപോലുള്ള അമർച്ച ഭയങ്കര അമറി സംസാരിക്കുകയാണ്. അനുമോൾ കടായി ഇങ്ങനെ പിടിച്ച് മേടിക്കുന്നതിന് അനുമോൾ കൊടുക്കാൻ തയ്യാറല്ല. അനുമോൾ അത് തുല്യമായിട്ട് എല്ലാവർക്കും വീതിച്ച് കൊടുത്തിട്ടേ മാറത്തോളം എന്നുള്ള തീരുമാനത്തിൽ എല്ലാത്തിൻ്റെയും കൈ കാണാം. നിങ്ങൾ ആ ഫോട്ടോസ് ഒന്ന് ചെക്ക് ചെയ്ത്, അത്രയും പേരുടെ ഇടയ്ക്ക് അനുമോൾ ഒറ്റയ്ക്ക്, ആകെ അനീഷ് മാത്രമേ ഉള്ളൂ അനുമോൾക്കെതിരെ ഒന്നും പറയാതെ കയ്യും കെട്ടി മാറി നിന്ന് നോക്കുവാണ്. പിന്നെ നമ്മുടെ നെവിൻ അവിടെ സൈഡിൽ നിന്ന് തോരൻ വാങ്ങാനായിട്ട് പ്ലേറ്റും കൊണ്ട് ചെല്ലുന്നെന്നുള്ളതല്ലാതെ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. ഇന്നത്തെ ആതിര രാവിലെ മുതൽ ചെയ്തു വെച്ച പണി, പിന്നെ ഷാനവാസുമായിട്ടുള്ള ഉടക്ക്. അപ്പോൾ ആതിര നൂറ, ഷാനവാസ്, നമ്മുടെ സാബുമാൻ, നൂറ, ഇത്രയും പേരും അനുമോൾക്കെതിരെ. അനുമോൾ ഒറ്റയ്ക്ക് ഒരു സൈഡിൽ. എന്നിട്ട് ഷാനവാസ് വന്നിട്ട് ഭയങ്കര വലിയ നന്മമരമൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. അയാൾ വലിയ മഹാനാണെന്നാണ് അയാളുടെ വിചാരം. അയാൾ വന്നിട്ട് പറയാണ്, പിന്നെ ഓരോ ആൾക്കാർക്കും കൊടുക്കേണ്ടത് നിനക്കും കൊടുത്തൂടെ? നീ ഇവിടെ നിന്ന് അങ്ങ് പോകാമെന്ന് പറഞ്ഞ് എന്തിനിങ്ങനെ പറയുന്നത്? ആ പ്രശ്നം എന്താണെന്ന് സോൾവ് ചെയ്യാൻ പഠിക്കുക ആദ്യം, അല്ലാതെ ഇട്ടെറിഞ്ഞ് പോകുന്നതല്ല. അപ്പം ഞാനങ്ങ് കിച്ചണിൽ നിന്ന് പോവുകയാണെന്ന് അനുമോൾ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. അതിന് പറയുകയാണ്. പിന്നെ അല്ലാതെ എനിക്കിതൊന്നും കേട്ടുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല ഷാനവാസ്ക്കാന്ന് അനുമോൾ പറയുന്നുണ്ട്. ഈ ഷാനവാസും കൂടെ എനിക്ക് ആ വീഡിയോ ഇടാൻ പറ്റിയില്ല, കാരണം ഞാൻ മറ്റൊരു വീഡിയോ റെഡിയാക്കുന്നതിൻ്റെ തിരക്കിലായിപ്പോയി. ഈ ഷാനവാസ് കുറച്ച് മുന്നേ ഓംപ്ലേറ്റ് ഉണ്ടാക്കി തണുത്ത് പോയാൽ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ആ ഒരു പ്രശ്നത്തിന് ശേഷം ഊഞ്ഞാലിലിരുന്ന ആദിലയും നൂറയും ഈ ഷാനവാസ് പോയി ഇളക്കിയിട്ട് തിരിച്ചു വന്നതാണിത് കേട്ടോ. ഈ വഴക്കിപ്പോൾ ഇത്രയും ഉണ്ടായിരിക്കുന്നത്. ഈ അക്ബർ എന്തൊക്കെയാ പറയുന്നത് എൻ്റെ ഈശ്വര, നിങ്ങളാരും കേട്ടിരിക്കത്തില്ല. അത്ര വലിയ വഴക്കാണ് ലൈവിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും മാന്യനെന്ന് പറയുന്ന ആ സാബുമാൻ്റെ കണക്ക് ഏറ്റവും ചീപ്പ് വൃത്തികെട്ട ഒരു ഗെയിം വേറെ ആർക്കുമില്ല, പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്തോ മാന്യതയാ ഈ സാബുമാന്. ആരുടെയെങ്കിലും വാക്ക് കേട്ടിട്ട് ആരുടെയെങ്കിലും തോളെ കയറാനായിട്ട് ഭയങ്കര ഒരു ഉത്സാഹമാണ്. ഇന്നിപ്പോൾ ആതിര പറഞ്ഞത് വെച്ചിട്ടാണ് ഓടി വന്നിട്ട് ഇങ്ങനെ അനുമോളോട് പെരുമാറിയത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അക്ബർ പറയുന്നുണ്ടായിരുന്നു, ഓംപ്ലേറ്റ് തണുത്ത് പോയാൽ അതിൻ്റെ കൊഴുപ്പ് കൂടും. അപ്പോഴേ തന്നെ സാവുമാൻ പറഞ്ഞ് എനിക്ക് ഓംപ്ലേറ്റ് ഉണ്ടാക്കണ്ട. അപ്പോൾ ആര് പറഞ്ഞു, ഒരു സ്വന്തമായിട്ട് ഒരു നിലപാടും ഇല്ലാത്ത ഒരു കണ്ടസ്റ്റൻ്റ് അവിടെ നിൽക്കുന്ന ഇപ്പം ഈ സാവുമാൻ മാത്രം. വെറും വൃത്തിയിട്ട ചീപ്പ് ഗെയിം. ഇപ്പം സാവുമാൻ്റെ ഫാൻസുകാർ വന്നിട്ട് എനിക്കിപ്പം പൊങ്കാലയൊക്കെ ഇടുമെന്നൊക്കെ എനിക്കങ്ങനെയുള്ള പേടിയൊന്നുമില്ല കേട്ടോ. നിങ്ങളെപ്പോലുള്ള ഒരു പ്രേക്ഷകയെ ഞാൻ ഒരു ചാനലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനകത്ത് എൻ്റെ അഭിപ്രായം ഞാൻ പറയും. ഇഷ്ടമുള്ളവർക്ക് കാണാം, ഇഷ്ടമില്ലാത്തവർക്ക് അത് എക്സിറ്റ് അടിച്ച് പോകാം. പിന്നെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അനുമോൾ ഇത്രയും പിന്നത്തേക്ക് വേണ്ടി ആലോചിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. വേണമെങ്കിൽ ഇവർ കഴിക്കട്ടെ, അല്ലെങ്കിൽ രണ്ടാമത് ഇല്ലെന്നുണ്ടെങ്കിൽ അവർ സഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിട്ടുകൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇത്രയും ആൾക്കാരുടെ എന്താ പറയുന്നത്, തലചാടി കടിക്കുന്ന കണക്ക് എല്ലാം കൂടെ അനുമോളുടെ നേരെ വരത്തില്ലായിരുന്നു. അനുമോൾ ഇപ്പോൾ എന്തായാലും കിച്ചണിൽ നിന്ന് അങ്ങ് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് നെവിനെ അങ്ങ് കിച്ചൺ ക്യാപ്റ്റൻ ആക്കാൻ വേണ്ടി. അതും അനുമോൾക്കിട്ടൊരു പണി കൊടുക്കാനുള്ള തത്രപ്പാടിലാണ്. ഇത്രയും പേര് ഇപ്പോൾ ഒരു സൈഡിലും അനുമോൾ ഒറ്റയ്ക്കും ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തായാലും അനുമോൾ എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ളത്. തുടർന്നുള്ള ലൈവിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.